നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിൽ നടന്ന ലാലിഗ മത്സരം, എൽ ക്ലാസിക്കോ പോരാട്ടം 4-3 ബാഴ്സലോണ ജയിച്ചു കയറി. പക്ഷേ റഫറി റയലിന് അനുകൂലമായിട്ട് പല തീരുമാനങ്ങളും എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബാഴ്സ ആരാധകരൊക്കെ വലിയ രൂപത്തിൽ വിമർശനങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം കാണാം, എക്സിലൊക്കെ വലിയ രൂപത്തിൽ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് റഫറിക്കെതിരെ. അതായത് റഫറിയും ശ്രമിച്ചു റയലിൻ്റെ കൂടെ നിന്ന് ബാഴ്സയെ തോൽപ്പിക്കാൻ. എന്നിട്ടും പക്ഷേ മാറിപ്പോയി, ടീം മാറിപ്പോയി, ഇത് ബാഴ്സയാണ്, ബാഴ്സയെ അങ്ങനെ വീഴ്ത്താൻ പറ്റില്ല എന്ന ടോണിലാണ് പോസ്റ്റുകളൊക്കെ വരുന്നത്. എന്നാൽ കളി കഴിഞ്ഞിട്ട് റഫറിയോട് ആഞ്ചലോട്ടി പോയി പരാതി പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതായത് മറുഭാഗത്തും റയലിനും പരാതികളുണ്ട് റഫറിങ് ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്നർത്ഥം. എന്തായാലും ബാഴ്സ ആരാധകർക്ക് തന്നെയാണ് വലിയ എതിർപ്പും പരാതിയും ഒക്കെ ഉള്ളത്. അതിന് കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ എംബാപ്പയുടെ ആ പെനാൽറ്റി ഗോൾ ഉണ്ടല്ലോ, അപ്പോൾ ആ പെനാൽറ്റിക്ക് മുമ്പ് അവിടെ ഒരു ഓഫ് സൈഡിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാമിൻ യമാലിനെ ഫൗൾ ചെയ്തു എംബാപ്പയുടെ സെക്കൻഡ് ഗോളിന് മുമ്പ്. പിന്നെ റാഫിഞ്ഞയെ ഇൻസൈഡ് ദി ബോക്സിൽ ഫൗൾ ചെയ്തിട്ട് അത് റഫറി വിളിച്ചില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് ആദ്യത്തെ 10-25 മിനിറ്റിനുള്ളിലാണ്. ഇത് വലിയ രൂപത്തിൽ റഫറിക്കെതിരെ ആരാധകരെ ഇളക്കി വിടാൻ കാരണമായി. ഇത് പറഞ്ഞാൽ കളി പുരോഗമിക്കുമ്പോൾ വീണ്ടും ഇപ്പോൾ ഷൂബനിയുടെ കയ്യിൽ ബോൾ കൊണ്ടത് അത് നാച്ചുറൽ പൊസിഷൻ ആയിരുന്നു എന്നാണ് റഫറി മോണിറ്ററൊക്കെ നോക്കിയിട്ട് പറയുന്നെങ്കിലും കൈ അത്ര അങ്ങ് നാച്ചുറൽ പൊസിഷൻ ആയിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് തോന്നിയത്. അങ്ങനെ നിരവധി തീരുമാനങ്ങൾ ഇങ്ങനെ ഡ്യൂബിയസ് ആയിട്ടുള്ളതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം, സംശയകരമായിട്ടുള്ളതുണ്ട്. ഏതായാലും റഫറി ഹെർണാണ്ടസ് ശ്രമിച്ചു റയൽ മാഡ്രിഡിനെ കളിക്കളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ. പക്ഷേ ഫ്ലിക്കിൻ്റെ ബാഴ്സ സമ്മതിച്ചില്ല എന്നാണിപ്പോൾ പല ആരാധകരും പറയുന്നത്. ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: The referee Hernandez tried everything to get Madrid back into the match, but Hansi Flick's Barca prevails. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. റഫറിയുടെ ഭാഗത്തു നിന്ന് ഇത് നിങ്ങൾക്കൊരു ഫേവറിറ്റിസം ഫീൽ ചെയ്തുവോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.